നമസ്കാരം. സത്യത്തിൽ മുനമ്പം ഇതുവരെ അന്തിമമായി നിയമപരമായി ഒരു വഖഫായി മാറാതിരുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ കാരണക്കാർ ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക 1995 ഭാവിയിൽ ഇന്ത്യയെ ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടുകൂടി തികച്ചും പ്രാകൃതവും ഭരണഘടനാ വിരുദ്ധവുമായ വഖഫ് ആക്ട് 1995 ഈ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച കോൺഗ്രസും, കൂടാതെ ഇപ്പോൾ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയും ആയ ഫാദർ ആന്റണി തറയിലും മാത്രമാണ് എന്നാണ്. അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 27-ാം തീയതി എറണാകുളത്തെ മദർ തെരേസ സ്ക്വയറിൽ വെച്ചിട്ട് KLC-യുടെയും KRLCC-യുടെയും നേതൃത്വത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമ്മേളനത്തിന്റെ 1-ാം വാർഷികം ആചരിക്കുകയുണ്ടായി. മുനമ്പം വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ സമ്മേളനത്തിന്റെ ലക്ഷ്യം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഭിവന്ദ്യനായ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ആയിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടത് സർക്കാർ മുൻകൈയെടുത്ത് എത്രയും വേഗം സമവായത്തിലൂടെ മുനമ്പം പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് ആയിരുന്നു. എന്നാൽ അതിനുള്ള നടപടി എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതുകൂടാതെ ഈ വഖഫ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് അത്തരത്തിൽ ഉള്ള ഒരു സമവായം ഉണ്ടാക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞില്ല. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമവായത്തിലൂടെ മുനമ്പം വിഷയത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഈ വഖഫ് ആക്ടിന്റെ ഒരു സെക്ഷനിൽ കൂടി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം ആണ്. അതുകൊണ്ട് തന്നെ മുനമ്പത്തിന് ഒരു പരിഹാരം കാണണം എന്നുണ്ടെങ്കിൽ അത് സമവായത്തിൽ കൂടി സാധ്യമല്ല. പകരം അത് നിയമപരമായ മാർഗങ്ങളിൽ കൂടി മാത്രമേ സാധ്യമാകൂ. പ്രത്യേകിച്ച് മുനമ്പം വിഷയം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും വഖഫ് ട്രൈബ്യൂണലിന്റെയും പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം ആണ്. സെപ്പറേഷൻ ഓഫ് പവറിന്റെ അടിസ്ഥാനത്തിൽ ഈ ജുഡീഷ്യറിയുടെ അധികാരത്തിന് മേൽ എക്സിക്യൂട്ടീവിന് കടന്നു കയറാൻ ഒരിക്കലും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് ഉദ്ഘാടകന്റെ ആവശ്യം അടിസ്ഥാനപരമായും നിയമപരമായും തെറ്റാണ്. BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ സെക്ഷൻ 2A പ്രകാരം മുനമ്പത്തിന് അധികം താമസിയാതെ ഒരു ശാശ്വത പരിഹാരം കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുനമ്പം വിഷയം പരിഹരിക്കാൻ എന്നുള്ള വ്യാജേന ഇതുപോലെയുള്ള ഒരു തട്ടിക്കൂട്ട് സമരം അവിടെ സംഘടിപ്പിച്ചത്. 4000-ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് മുനമ്പം. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് ഒരു ആഹ്വാനം നടത്തിയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ഇത്തരം അർത്ഥശൂന്യമായ യോഗങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. അത്തരം യോഗങ്ങൾ അവർ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന്. അപ്പോൾ 4000 ആൾക്കാരിൽ നിന്നും വെറും 300 ആൾക്കാർ മാത്രമേ പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തു എന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയായ ഫാദർ ആന്റണി തറയിൽ തന്നെ പറയുന്നത് കേൾക്കുക. ഇന്ന് സെപ്റ്റംബർ 27-ാം തീയതി 5 ബസ് നിറയെ അവിടുന്ന് ആളുകൾ വന്നിരിക്കുന്നത്. ഏകദേശം 300 പേര് അവിടുന്ന് വന്നിട്ടുണ്ട്. ഇത് തന്നെ വലിയൊരു കൂട്ടായ്മയുടെ അടയാളമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചെറിയൊരു വിഭാഗം മാത്രമാണെങ്കിൽ, ചെറിയൊരു വിവാഹിത പോലെ സൃഷ്ടിച്ച് വരികയാണെങ്കിൽ ബാക്കിയുള്ള 95% ആളുകൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി അവിടെ മുതലെടുക്കാനായിട്ട് തുടങ്ങി. പറഞ്ഞതുപോലെ 50 പേർ അവർ അംഗത്വം സ്വീകരിച്ചു. അത് പള്ളിയുടെ പുറത്തുനിന്നാണ് അവർ സ്വീകരിച്ചത്. എന്നാലും അത് കഴിഞ്ഞ് അവർ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം അതോടൊപ്പം തന്നെ ചിലർ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്ലെക്സ് കൊണ്ടുവന്ന് വയ്ക്കുകയും ആ ഫ്ലെക്സ് വരും അരമണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അത് ഒത്തിരി പേർ യൂട്യൂബിൽ കാണുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ആരുടെയും കാഴ്ചപ്പാട് അവരുടെ കൂടെ അല്ല, ചേർന്നതല്ല. അത് ഒരു വിഭാഗം ഇങ്ങനെ ഇത് മുതലെടുക്കാൻ വേണ്ടി അവരിങ്ങനെ പ്രശ്നങ്ങളായിട്ട് സൃഷ്ടിച്ച് ആരംഭിച്ചു. അതിനുശേഷം കുറേ ഫ്ലെക്സുകൾ വെച്ചു. പക്ഷേ മെജോറിറ്റി ആളുകൾ, അവിടെ താമസിക്കുന്ന മെജോറിറ്റി ആളുകൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഒറ്റ കൂട്ടുകെട്ടി തന്നെ നമുക്ക് പോകണം, കൂട്ടായ്മയിൽ തന്നെ പോകണം. കാരണം നമ്മുടെ സമരം കൂട്ടായ്മയിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മുനമ്പത്ത് എന്തൊക്കെയോ അസ്വസ്ഥതകളും ചേരിതിരിവുകളും ഒക്കെ നിലനിൽക്കുന്നു എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാക്കാവുന്നത് ആണ്. അദ്ദേഹം തന്റെ പാർട്ടിയായ കോൺഗ്രസിനെ, മുനമ്പത്ത് ഈ നാശം വിതച്ച കോൺഗ്രസിനെ സമർത്ഥമായി സംരക്ഷിച്ചുകൊണ്ടും, എന്നാൽ മുനമ്പം വിഷയത്തിന് ഒരു പരിഹാരം കൊണ്ടുവന്ന BJPയെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടും വളരെ നീണ്ട ഒരു ഇന്റർവ്യൂ ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിഷ്പക്ഷമായും വളരെ വ്യക്തമായതും ആയ ഒരു മറുപടി നൽകേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പത്തിനെ ഈ പിന്നിൽ നിന്നും കുത്തിയ കട്ടപ്പ ആയ ഈ ഫാദർ ആന്റണി തറയിലിന്
അദ്ദേഹത്തിനുള്ള മറുപടി 2 ഭാഗങ്ങളിലായി നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. 2019 മെയ് മാസം 20-ാം തീയതിയാണ് വഖഫ് ബോർഡ് മുനമ്പത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്ന അവസരത്തിൽ അതിന്റെ വിക്ടിംസ് ആയ ആൾക്കാരുടെ മുന്നിലുള്ള ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് നിയമപരമായി വഖഫ് ട്രൈബ്യൂണലിനെ മാത്രം സമീപിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഫാദർ ആന്റണി തറയിലിന്റെ നേതൃത്വത്തിലുള്ള മുനമ്പം ഭൂസംരക്ഷണ സമിതി അങ്ങനെ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചതേ ഇല്ല. പകരം ഫറൂഖ് കോളേജാണ് ഈ വഖഫ് ബോർഡിന്റെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. മുനമ്പക്കാർ ആയിരുന്നില്ല. കോൺഗ്രസിന്റെ നിർദ്ദേശാനുസരണം ഈ കോൺഗ്രസ്സുകാരനായ ഫാദർ ആന്റണി തറയിൽ ഈ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാതെ ഇരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മുനമ്പത്തെ ഒരു വഖഫാക്കണം. അതിലൂടെ ഈ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ താല്പര്യം സംരക്ഷിക്കണം. അതിലൂടെ UDFന് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. അതുകൊണ്ട് മാത്രമായിരുന്നു ഈ ഭൂസംരക്ഷണ സമിതി വഖഫ് ട്രൈബ്യൂണലിൽ പോകാതിരുന്നത്. അതുകൊണ്ട് ഫറൂഖ് കോളേജ് അത്തരത്തിൽ ഒരു കേസ് നൽകിയില്ലായിരുന്നു എങ്കിൽ 2019 തന്നെ മുനമ്പം എന്നേക്കുമായി ഒരു വഖഫായി മാറുമായിരുന്നു. അല്ലാത്ത പക്ഷം ഈ ഫറൂഖ് കോളേജ് കൊടുത്ത കേസ് ഈ കോവിഡ് ഒന്നും വരാതെ അതിനകത്ത് തന്നെ ഒരു വഖഫാണെന്ന് വഖഫ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞിരുന്നു എങ്കിലും മുനമ്പം എന്നേക്കുമായി വഖഫായി മാറുമായിരുന്നു. കാരണം ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ അന്ന് അപ്പീൽ നൽകാനുള്ള ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുനമ്പം ഇതിനകം ഒരു വഖഫായി നിയമപരമായി മാറാതിരുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആയിരുന്നു എന്ന്. എന്നിട്ടും ഈ ഫാദർ ആന്റണി തറയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു ജഡ്ജി അതിൽ വിധി പറയാൻ പോവുകയായിരുന്നു. അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറുമായിരുന്ന ഒരു വിധിയായിരുന്നു. പക്ഷേ വഖഫ് ബോർഡ് ആ ട്രൈബ്യൂണലിന്റെ നടപടികളെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി എന്നാണ്. ഇതിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട രാജൻ തട്ടിൽ സാർ കഴിഞ്ഞ മുൻ ജഡ്ജ് മെയ് മാസത്തോടുകൂടി ഇതിന് വിധി പറയുമെന്ന് പറഞ്ഞു. അവസാനത്തെ വാദത്തിൽ പറഞ്ഞ് അടുത്ത വാദം കഴിയുമ്പോൾ ഞാൻ വിധി പറയുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും വാദം തുടരാം, പക്ഷേ മെയ് 29 വരെ രാജൻ തട്ടിൽ ജഡ്ജ് വിധി പ്രഖ്യാപിക്കരുതെന്നാണ് സ്റ്റേ ഓർഡർ പറഞ്ഞത്. അവിടെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അനുവദിച്ചില്ല. 2022 മുതൽ വാദം കേട്ട് അവസാനം 25-ൽ ഒരു വിധി വരുന്ന സമയത്ത് അവിടുന്ന് ജഡ്ജിനെ മാറ്റുകയാണ്. ഇതാണ് നമ്മുടെ നിയമാവസ്ഥ. അദ്ദേഹം തന്നെ പറയുന്നു 2022 മുതൽ മുനമ്പത്തെ 610ഓളം കുടുംബങ്ങളുടെ ഭാവി വന്നിട്ട് വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ തുലാസിൽ ആടുകയായിരുന്നു എന്ന്. ഞാൻ മുൻപ് വിഷയവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാന കാര്യം നിങ്ങൾ സമയം കളയാതെ എത്രയും വേഗം വഖഫ് ട്രൈബ്യൂണലിൽ പോകൂ എന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ട്രൈബ്യൂണലിൽ പോകണമെങ്കിലും 1 വർഷത്തെ കാലാവധിക്ക് അകത്ത് തന്നെ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമയം വളരെ വിലപ്പെട്ട ഒന്നാണ് എന്ന്. എന്നാൽ അവർ അതിനെ ചെവിക്കൊണ്ടതേ ഇല്ല. എന്നിട്ട് ഒരു ജാള്യതയും ഇല്ലാതെ പറയുന്നു മറ്റാരോ നൽകിയ ഒരു കേസിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരുമായിരുന്നു എന്നും, എന്നാൽ വഖഫ് ബോർഡ് അതിനെ അട്ടിമറിച്ച് അതിനെ പാരവച്ചു എന്നും ആണ്. തീർച്ചയായിട്ടും ശരിയാണ്. വഖഫ് ബോർഡ് കേസ് നടത്തിയത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളും ആ കേസിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ കേസ് അവിടെ നൽകണമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. വഖഫ് ബോർഡ് നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേസ് നടത്തും എന്ന് വിശ്വസിച്ച നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത്? ഇനി അഥവാ നേരത്തെ തന്നെ വഖഫ് ട്രൈബ്യൂണൽ മുനമ്പത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ, അതുമല്ല ഈ ഫറൂഖ് കോളേജ് അവരുടെ ഹർജികൾ പിൻവലിച്ചിരുന്നു എങ്കിലോ ഈ മുനമ്പത്തെ ജനതയ്ക്ക് മറ്റൊരു വിധത്തിലുള്ള നിയമപരമായ പരിഹാരവും കിട്ടുമായിരുന്നില്ല. കാരണം ഈ കേസിലെ കക്ഷി അല്ലാത്തത് കൊണ്ട് അവർക്ക് ഒരു റിവിഷൻ കൊടുക്കാനോ ഒരു അപ്പീൽ കൊടുക്കാനോ ഒന്നും തന്നെ സാധിക്കുമായിരുന്നില്ല. ഇനി അഥവാ അത്തരത്തിൽ ഒരു വിധി വന്നിരുന്നു എങ്കിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയായ ഈ ഫാദർ അവിടുത്തെ ജനങ്ങളോട് എന്തു പറയുമായിരുന്നു? എന്താകുമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ശോചനീയമായ നിസ്സഹായമായ ഒരു അവസ്ഥ? അവർ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചില്ല എങ്കിലും അഥവാ അവർ സമീപിച്ചാൽ അവരുടെ കേസ് ജയിക്കാൻ വേണ്ട എല്ലാ തെളിവുകളും, ശക്തമായ തെളിവുകളും 1915 മുതൽ 1948 വരെ ഒരു പഠനം നടത്തി ഞാൻ അവർക്ക് തെളിവുകൾ കൈമാറിയിരുന്നു. ആ തെളിവുകളെയും അവർ ഗൗനിച്ചതേ ഇല്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഉടമസ്ഥാവകാശ തർക്കമാണ്. അള്ളാഹു ആണോ ഉടമസ്ഥൻ, അത് മുനമ്പത്തെ ജനങ്ങളാണോ ഉടമസ്ഥൻ എന്നുള്ളതാണ് ഇവിടുത്തെ തർക്ക വിഷയം.
അത്തരം കേസുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡയറക്റ്റ് ആയിട്ട് ഒരു ഹർജികളും സ്വീകരിക്കാനോ വിധി പറയാനോ പാടില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ ജസ്റ്റിസ് കഡ്ജുവിന്റെ ബെഞ്ച് ഒരു വിധി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പംകാർക്ക് പോകാൻ കഴിയുമായിരുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണൽ മാത്രമായിരുന്നു. എന്നാൽ ഫാദർ ആന്റണി തറയിൽ ചെയ്തത് അദ്ദേഹം നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. നീണ്ട 1.5 വർഷം അവർ ഹൈക്കോടതിയിൽ വൃഥാവിൽ കേസ് നടത്തി. അവസാനം ഫെഡപ്പായ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു, നിങ്ങളുടെ വിഷയം ഇവിടെ പരിഹരിക്കാൻ സാധ്യമല്ല, അതിനായി നിങ്ങൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചപ്പോൾ മാത്രമാണ് 1.5 വർഷത്തിന് ശേഷം ഈ മുനമ്പംകാർ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാൽ നീണ്ട ഒരു കാലതാമസം അവിടെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വരുത്തിയ കാലതാമസം മാപ്പാക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് കോടതി പരിഗണിച്ച് മാപ്പാക്കിയാൽ മാത്രമേ അവരുടെ കേസ് ഫയലിൽ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഫാദറിന്റെ നേതൃത്വത്തിൽ ഉള്ള ഭൂസംരക്ഷണ സമിതി ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്നും പിരിവെടുത്തതിന് ശേഷം അവർ അത് കുട്ടടിച്ചും അർമാദിച്ചും ചാനൽ ചർച്ചകളിലും മറ്റും പങ്കെടുത്ത് 1.5 വർഷം വൃഥാവിൽ ഹൈക്കോടതി വരാന്തയിൽ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. ആ സമയത്ത് വഖഫ് ട്രൈബ്യൂണൽ ഇതൊരു വഖഫാണെന്നുള്ള ഒരു വിധി പറയാതിരുന്നത് ഈ മുനമ്പം ജനതയുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു വിധി വന്നിരുന്നുവെങ്കിൽ ഈ ഫാദർ ആന്റണി തറയിൽ തന്റെ കുഞ്ഞാടുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമായിരുന്നു എന്നും മുനമ്പം ജനതയെ രക്ഷപ്പെടുത്തിയത് ദൈവം ഒരാൾ മാത്രമാണെന്നും മുനമ്പം ജനത മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോൾ ഫാദർ ആന്റണി തറയിൽ പറയുന്നത് വളരെ നല്ല രീതിയിലാണ് ഈ ഭൂസംരക്ഷണ സമിതി ഇതുവരെ കേസുകൾ നടത്തിയത് എന്ന്. ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത് അത് വഖഫ് സംരക്ഷണ സമിതി കൃത്യമായി തന്നെയാണോ? ചില വാദങ്ങൾ അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങൾ ഉയരുന്നു, തെറ്റായ രീതിയിലൂടെ കേസ് പോകുന്നു എന്ന തരത്തിൽ. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇത് നടത്തുന്നത് ഭൂസംരക്ഷണ സമിതിയാണ്. ഈ ഭൂസംരക്ഷണ സമിതി വളരെ ശരിയായ രീതിയിലോട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു കോൺഗ്രസ്സുകാരനായ ഫാദർ ആന്റണി തറയിൽ 1995 ഭാവിയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ആക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി വഖഫ് ആക്ട് കൊണ്ടുവന്ന കോൺഗ്രസിനെ മുനമ്പത്തിന് ഒരു പ്രതീക്ഷ നൽകിയിരുന്ന പുതിയ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് പാസാക്കാൻ പാടില്ല എന്നും LDFിനോടൊപ്പം ചേർന്നുകൊണ്ട് അസംബ്ലിയിൽ ഒരു പ്രമേയം പാസാക്കിയ കോൺഗ്രസിനെ തുടർന്ന് ആ ബില്ല് പാർലമെന്റിൽ വോട്ടിനിട്ടപ്പോൾ ആ ഭേദഗതി നിയമത്തെ തോൽപ്പിക്കാനായി വോട്ട് ചെയ്ത കോൺഗ്രസിനെ, എന്നിട്ടും ആ ആക്ട് പാസ്സായ അവസരത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്റ്റേ ആവശ്യപ്പെട്ടു പോയ കോൺഗ്രസിനെ, അതിനുശേഷം സുപ്രീം കോടതി ആ സ്റ്റേ നിരസിച്ച അവസരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ ഈ പാസാക്കിയ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന്, മുനമ്പത്തിന് പരിഹാരമുള്ള വഖഫ് ഭേദഗതി നിയമത്തിനെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ കോൺഗ്രസിനെ പറ്റി കമാശിവ ഒരു അക്ഷരം മിണ്ടുന്നില്ല. തുടർന്ന് അദ്ദേഹം LDF സർക്കാരിനെ പറ്റി പറയുന്നത് കേൾക്കുക. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ റോൾ എന്താണ് ഇപ്പൊ ഈ ഒരു മുനമ്പം വിഷയത്തിൽ? സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞിരുന്നു 3 മാസങ്ങൾക്ക്. അപ്പോൾ ഏതായാലും ഫെബ്രുവരി മാർച്ചോടുകൂടി ഇത് നടക്കേണ്ടതായിരുന്നു. മെയ് മാസത്തിൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു. പക്ഷെ അതിനുശേഷം നിയമതടസ്സങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപടി ഒന്നും തന്നെ എടുക്കുന്നില്ല. ഈ തറയിലിനെയും കൂട്ടുകാരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി പരിഹരിക്കും എന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും വഖഫ് ട്രൈബ്യൂണലിലും കേസുകൾ നിലനിൽക്കെ എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക? അത് ഒരിക്കലും സാധ്യമല്ലാതിരുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഫാദർ ആന്റണി തറയിലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അതും വിശ്വസിച്ച് ഇരിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും വളരെ വ്യക്തമായി ഓർമ്മയുണ്ട്. അവരുടെ ചെയർമാനായ ഒരു ജോസഫ് റോക്കിയുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയാൽ ഉടൻ തന്നെ LDF ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പരിഹാരം ഉടൻ തന്നെ ലഭിക്കും എന്ന്. എന്നാൽ മെയ് മാസത്തിൽ തന്നെ രാമചന്ദ്രൻ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നിട്ട് രാമചന്ദ്രൻ കമ്മീഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കോടതി അന്തിമമായി മുനമ്പം ഒരു വഖഫായി പ്രഖ്യാപിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് താൻ തന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് എന്നാണ്. നാം ആലോചിക്കേണ്ടത്, അഥവാ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുന്ന ആൾക്ക് ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകാം.
ആ അപ്പീൽ അവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 10-15 കൊല്ലം കിടക്കും. അതിനുശേഷം അടുത്ത വിധി വരും. അതിൽ തോക്കുന്ന ആൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകും. പിന്നെയും ആ കേസ് അവിടെ ഒരു 10-20-25 വർഷം അങ്ങനെ തന്നെ കിടക്കും. അതായത് ഈ മുനമ്പത്തെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മരിച്ചവർ പോലും അത്തരത്തിൽ ഒരു അന്തിമ വിധി വരത്തില്ല. അങ്ങനെ അന്ന് നടപ്പാക്കാനുള്ള റിപ്പോർട്ടാണ് രാമേന്ദ്രൻ കമ്മീഷൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിന്റെ ഏതെങ്കിലും മൂലയിൽ പൊടിയും അടിച്ച് എന്നേക്കുമായി ഇപ്പോൾ കിടക്കുകയാണ്. കൂടാതെ ഇതേ LDF സർക്കാരും ഇപ്പോൾ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. ഇനി വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചിട്ടും BJPയെ കുറിച്ചിട്ടും ഈ ഫാദർ ആന്റണി തറയിലിന്റെ അഭിപ്രായം എന്താണെന്ന് കാണാം. പുതിയ ഭേദഗതി ബില്ലിൽ വരേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അഡ്വക്കേറ്റ്സിന്റെ സഹായത്തോടുകൂടി വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിരുന്നു. അതെല്ലാം അമെൻമെന്റ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബില്ല് പാസ്സാകുന്ന അന്ന് തന്നെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനുശേഷമാണ് നിയമവിദഗ്ധർ കണ്ടുപിടിച്ചതാണ് 2A എന്ന് പറയുന്നത്. അതാണെങ്കിലും നേരിട്ട് നമ്മളെ സഹായിക്കുന്നില്ല, ഒരു ഇൻഡയറക്റ്റ് വേ ആണ്. അപ്പോൾ നേരിട്ട് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിഹാരം ഉടനെ ഉണ്ടാകുകയുള്ളൂ. ഇൻഡയറക്റ്റ് ആകുമ്പോൾ ഇനി അതിനെ ബേസ് ചെയ്ത് ചട്ടങ്ങൾ രൂപീകരിക്കണം. അതിന് വീണ്ടും പാർലമെന്റിൽ പാസ്സാകണം. അത് സമയമെടുക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഈ പുതിയ ഭേദഗതി നിയമത്തിൽ കൊണ്ടുവരേണ്ട നിയമങ്ങൾ താൻ സെൻട്രൽ ഗവൺമെന്റിന് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു എന്നാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ പുതിയ നിയമം കൊണ്ടുവന്നത് മുനമ്പത്തിന് വേണ്ടി മാത്രം ആയിരുന്നില്ല, മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ വേണ്ടി ആയിരുന്നു. അങ്ങനെ മുനമ്പത്തിന് വേണ്ടി മാത്രം ഒരു നിയമം കൊണ്ടുവരാനും സാധിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിക്കണം. ഫാദർ തറയിൽ അറിയേണ്ടത് അദ്ദേഹം നൽകിയതുപോലെയുള്ള 97,27,772 നിവേദനങ്ങൾ JPCക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങൾ ഈ ആക്ടിൽ കൊണ്ടുവന്നിരുന്നു എങ്കിൽ പോലും എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് പോലെ ഈ ആക്ട് പാസ്സാകുന്ന ദിവസം തന്നെ അവർക്ക് പരിഹാരം കിട്ടുക? അങ്ങനെയാണെങ്കിൽ പോലും അവിടെ റൂൾസ് ഉണ്ടാക്കേണ്ട ഒരു അനിവാര്യത ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അദ്ദേഹം പറയുന്നു ഈ 2Aയുടെ സാധ്യത കണ്ടെത്തിയത് നിയമവിദഗ്ധർ ആണെന്നാണ്. സോറി ഫാദർ, അത് കണ്ടെത്തിയത് ഞാൻ മാത്രമാണ്. അതായത് JPCയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഫെബ്രുവരി മാസം 14-ാം തീയതി ആയിരുന്നു. 15-ാം തീയതി തന്നെ രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തു. ഈ ഭേദഗതി ബില്ല് അതുപോലെ തന്നെ പാർലമെന്റ് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുനമ്പത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടും എന്ന്. അതിനുശേഷം ഏകദേശം 1.5 മാസം കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ബില്ല് ലോക്സഭയിൽ വോട്ടിനായി ചർച്ചയ്ക്കായി വന്നത്. അതിനുശേഷം ഇത് പാസ്സാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയായ ഈ ഫാദർ എന്നെ ഒന്ന് വിളിക്കാനോ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്നോ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സഭയുടെയും കാര്യം. മുനമ്പം ജനത രക്ഷപ്പെടണമെന്ന് അവരുടെ സഭയുടെ നേതൃത്വത്തിനും ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അവർ എന്നെ ബന്ധപ്പെടും ആയിരുന്നു. എന്നാൽ അവർ ബന്ധപ്പെട്ടില്ല. കാരണം എന്താണ്? അങ്ങനെ ബന്ധപ്പെടുന്നത് കോൺഗ്രസിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് മാത്രമാണ് അവരെന്നെ ബന്ധപ്പെടാതിരുന്നത്. നിങ്ങൾ ആലോചിക്കുക, അവരാ മുങ്ങിച്ചാവാൻ പോവുകയാണ്. ഒരു കയറിട്ട് കൊടുത്താൽ ആരാണ് ഈ ലോകത്ത് പിടിക്കാത്തത്? അഥവാ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ മുങ്ങിച്ചാകണം എന്നുള്ള ഒറ്റ ആഗ്രഹമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഞാൻ ഈ 2A പറ്റി എന്റെ ചാനലിലും തുടർന്ന് ജനൻ TVയിലും ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അതറിഞ്ഞ ഉടനെ തന്നെ ഇവരുടെ കൺവീനറായ ജോസഫ് ബെന്നി പറഞ്ഞു 2A കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഒരു ചാനലിൽ പറയുന്നത് കേട്ടു 2A കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഇത് തിരുവനന്തപുരത്തുള്ള ഒരു സ്റ്റാലിൻ ദേവൻ സാറ് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന്. മറ്റൊരു വിചിത്രമായ കാര്യം കൂടിയുണ്ട്. ഇവരുടെ കേസുകളൊക്കെ നടത്തുന്നത് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റായ ജോർജ് പൂന്തോട്ടം ആണ്. അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിന് ഒരു പ്രസ്താവന നൽകി. അതായത് ഈ 2A കൊണ്ട് മുനമ്പത്തിന് യാതൊരുവിധ സഹായവും ഉണ്ടാവുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി വരും ദിവസങ്ങളിൽ ജോർജ് പൂന്തോട്ടം വാദിക്കുന്നത് 2Aയുടെ കൂടി അടിസ്ഥാനത്തിൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുമുള്ള തർക്കവും ഇല്ല. നേരത്തെ ഈ 2A കൊണ്ട് ഒരു ഫലവും ഇല്ല എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് കിടന്ന ഈ രക്ഷാധികാരി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാരമുണ്ട്, പക്ഷെ അത് ഡയറക്റ്റ് പരിഹാരമല്ല, ഇൻഡയറക്റ്റ് പരിഹാരം ആണ് എന്ന്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാലും എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നു എങ്കിൽ അത് ഡയറക്റ്റ് ആയാൽ എന്താ, ഇൻഡയറക്റ്റ് ആയാൽ എന്താ?
അദ്ദേഹം തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് റൂൾസ് ഉണ്ടാക്കേണ്ടി വരുന്നു എന്നാണ്. എന്റെ പൊന്നു രക്ഷാധികാരി, ഏത് നിയമം ഉണ്ടാക്കിയാലും അതിന് റൂൾസ് ഉണ്ടാക്കിയാലേ പറ്റൂ, വെദർ ഇറ്റ് ഈസ് ഡയറക്റ്റ് ഓ ഇൻഡയറക്റ്റ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2A പ്രകാരം നിങ്ങൾക്ക് പരിഹാരം ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. പക്ഷേ ഭാവിയിൽ ഇതൊരിക്കലും നിങ്ങൾ മാറ്റി പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഈ 2A പ്രകാരം മുൻപ് വിഷയം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും വഖഫ് ആക്ടിലെ അല്ലെങ്കിൽ ഭേദഗതിയിലൂടെ മുനമ്പത്തിന് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് വീണ്ടും ഛർദ്ദിക്കുന്നത് കാണുക. വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിനു ശേഷം മുനമ്പത്തിന് ഇതിലെന്താണ് സഹായമായിട്ടുള്ളത്? കാരണം സാധാരണക്കാർ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താണ് ഇതിലുള്ളത്? അതായിരുന്നു എൻ്റെ ചോദ്യം. ഇത് മുഴുവൻ വായിച്ചു നോക്കി, അതിൻ്റെ ഉത്തരം എവിടെ നമുക്ക് നേരിട്ട് കിട്ടിയില്ല. പക്ഷേ അന്ന് ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് സാർ എന്നോട് അറിയിക്കുകയുണ്ടായി, മന്ത്രി കിരൺ റിജിജു സാർ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും, വലിയൊരു പ്രഖ്യാപനമായിട്ടാണ് വരുന്നത്. അവസാന നിമിഷത്തിൽ നമ്മളെ അറിയിക്കുകയുണ്ടായി, ഇനിയും 3 ആഴ്ചകൾക്കുള്ളിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് അവിടുന്ന് വാഗ്ദാനം നൽകിയത്. അതിനുശേഷം 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പരിഹരിച്ചില്ല. അപ്പോൾ ആളുകൾക്ക് പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി, ഈ വഖഫ് ഭേദഗതി ബില്ല് നമ്മളെ നേരിട്ട് സഹായിക്കാനായിട്ടൊന്നും തന്നെ ഇതിൽ ഇല്ല. ഇനി വീണ്ടും ചട്ടങ്ങൾ രൂപീകരിക്കണം, അത് പാർലമെന്റിൽ പാസ്സാകണം, അത് ഇനിയും നീണ്ട കാലമെടുക്കും. യഥാസമയം റൂൾസ് ഉണ്ടാക്കി ഈ നിയമത്തെ നടപ്പിൽ വരുത്താൻ അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് BJPയെ അനുവദിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. ഇദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പല കക്ഷികളും ചേർന്നാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് പുതിയ ഭേദഗതി നിയമം ഈ ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിനെ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടത്. ആ ഒറ്റ കാരണത്തിലാണ് ഈ BJP സർക്കാരിന് വേണ്ട റൂൾസ് ഫ്രെയിം ചെയ്ത്, ചട്ടങ്ങൾ ഫ്രെയിം ചെയ്ത് ഈ നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെയിരുന്നത്. ഈ ഒരു ചെറിയ കാര്യം നമ്മുടെ ഈ ഫാദർ ആന്റണി തറയിലിന് അറിയില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹം മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. എന്റെ വാക്കുകൾ കേട്ടാൽ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തുള്ള സകല നിയമങ്ങളെയും വ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് മുനമ്പത്തിനുള്ള പരിഹാരം ഒരു ക്യാപ്സ്യൂളാക്കി ആന്റണി തറയിലിനെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായിൽ വെച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാം ഇവിടെ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഇദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് ആയിരുന്നു അഥവാ ഇന്ത്യ ഇപ്പോൾ ഭരിച്ചിരുന്നത് എങ്കിൽ ഈ മുനമ്പം ജനതയുടെ കാര്യം, ഇദ്ദേഹത്തിന്റെ കുഞ്ഞാടുകളുടെ കാര്യം എന്താകുമായിരുന്നു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ ഫാദർ ആന്റണി സേവ്യർ തറയിലിന്റെ ഇത്തരത്തിലുള്ള തറപരിപാടികൾ അതൊരു നന്ദിയില്ലായ്മയെ മാത്രമേ പൊതുജനം കാണൂ എന്നും ഈ പൊതുജനം ഒക്കെ കഴുകളാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കരുതെന്നും ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം ഭേദഗതി നിയമത്തിൽ മുനമ്പത്തിന് അനുകൂലമായി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റൂൾസ് വരുന്നത് വരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കുക. ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം ആ സമയത്ത് വഖഫ് അമെൻമെന്റ് ബില്ലിലായിരുന്നു. പാർലമെന്റിൽ അത് സമർപ്പിക്കപ്പെട്ടു. അവസാനം അത് ഏപ്രിൽ 5-ന് പാസ്സാകുകയും ചെയ്തു. ആ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് JPCയിൽ നമ്മൾ പല കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് മുൻകാല പ്രാബല്യത്തിൽ മാറ്റങ്ങൾ വരണം എന്നുള്ള രീതിയിൽ, അന്നെങ്കിൽ മാത്രമേ ഇത് മുനമ്പത്തെ ഞങ്ങളെ സഹായിക്കുകയുള്ളെന്ന്. അതോടൊപ്പം തന്നെ ഒരു സെക്ഷൻ 40 മാറ്റിയെങ്കിലും അതിന് കൂടെ പിടിച്ചെടുത്ത ഭൂമികളെല്ലാം തിരിച്ച് റിസ്റ്റോർ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് നടന്നില്ല. അമെൻമെന്റ് ബില്ല് പാസ്സായപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജിജു അവിടെ വരികയും ഞങ്ങളോട് പറഞ്ഞ കാര്യം 3 ആഴ്ചകളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 3 ആഴ്ചകൾ കഴിഞ്ഞ് 3 മാസങ്ങളായി. ഇപ്പോൾ അവസാനമായിട്ട് സുപ്രീം കോടതിയിലെ കേസുകളിൽ വിധിയും വരികയും ചെയ്തു. ഇനിയും അവ ചട്ടങ്ങൾ രൂപീകരിച്ച് ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഞങ്ങൾ പ്രത്യാശയോടെ എല്ലാവരെയും കാത്തിരിക്കുകയാണ്. ആദ്യം പുതിയ നിയമത്തിൽ മുൻപത്തിന് പരിഹാരമായി ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ പ്രത്യാശയോടെ റൂൾസ് വരുന്നത് കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ്കാരനായ ഫാദർ ആന്റണി തറയിലിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷം BJP സർക്കാരിനെ യഥാസമയം റൂൾസ് ഫ്രെയിം ചെയ്ത് അത് പാർലമെന്റിൽ വെച്ച് പാസ്സാക്കി ഈ ഭേദഗതി നിയമത്തെ പ്രാബല്യത്തിൽ വരുത്തുന്നതിൽ നിന്നും തടഞ്ഞത്. ആ കാര്യം അദ്ദേഹം മറന്നുപോകുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു മുൻകാല പ്രാബല്യം വേണമായിരുന്നു എന്ന്. 30 വർഷമായി നിലനിൽക്കുന്ന ഒരു നിയമത്തെ ഭേദഗതി ചെയ്യുന്ന അവസരത്തിൽ ആ ആക്ടിന് മൊത്തമായിട്ട് മുൻകാല പ്രാബല്യം നൽകാനും സാധിക്കില്ല. പിന്നെ എനിക്ക് രണ്ടാമതായി അദ്ദേഹത്തോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതിനകം നേരത്തെ തന്നെ ഈ വഖഫ് ട്രൈബ്യൂണൽ മുനമ്പത്തെ ഒരു വഖഫായി പറഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ അവിടെ പോയില്ല എന്നുള്ളത് വേറെ കാര്യം. ഈ മുൻകാല പ്രാബല്യം കൊടുത്തിരുന്നു എങ്കിൽ പോലും ഈ മുനമ്പത്തിന് ഒരു ആനുകൂല്യവും കിട്ടുമായിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള വിധികളൊക്കെ തന്നെ അന്തിമമായിരുന്നു. ഏത് വക്കീലാണ് ഇദ്ദേഹത്തിന് നിയമോപദേശം നൽകുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ പറയുന്നു ആക്ടിൽ യാതൊരു വിധത്തിലുമുള്ള സാധ്യതകളും ഇല്ല. പക്ഷെ അദ്ദേഹം പറയുന്നു റൂൾസ് വരുമ്പോൾ ഒക്കെ ശരിയാകും, ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു എന്ന്. എങ്ങനെയാണ് മാഷേ ഒരു ആക്ടിൽ വ്യവസ്ഥ ഇല്ലാത്ത പക്ഷം റൂൾസിൽ വ്യവസ്ഥ ഉണ്ടാകുക? താങ്കൾക്ക് ഈ ആക്ടും ഈ റൂൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? കോടതിയിൽ വ്യവഹാരങ്ങൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിലും വഖഫ് ട്രൈബ്യൂണലിലും ഒത്തിരി കേസുകളുണ്ട്. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. സാധാരണക്കാരാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു സ്പിരിറ്റ്, എല്ലാവരുടെയും ഒരു മനസ്സിൽ ചെറിയൊരു നിരാശയൊക്കെ കടന്നു വന്നു. ഇതാരും നമ്മളെ സഹായിക്കുന്നില്ല, ഇത് എവിടെ എത്തിച്ചേരും, നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, ഇങ്ങനൊരു അവസ്ഥയാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. പിന്നെ അദ്ദേഹം മുൻപത്തിന് വേണ്ടി കരയുന്നത് അവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നു എങ്കിൽ അതിനുള്ള കാരണക്കാരൻ ആരാണെന്ന് വെച്ചാൽ അത് കോൺഗ്രസ് മാത്രമാണ്. അല്ലാതെ ഈ കോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ എങ്ങനെയാണ് മോദിക്ക് വന്നിട്ട് അതിൽ ഇടപെടാൻ കഴിയുക? ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വല്ലപ്പോഴും ഈ ഭരണഘടനയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ എന്നൊരു ചോദ്യചിഹ്നം. തീർച്ചയായിട്ടും ഇതിൽ സെക്ഷൻ 40യും മറ്റുള്ള പലതിലും മാറ്റങ്ങൾ വന്നതോടുകൂടി ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരിക്കലും ആർക്കും സംഭവിക്കുകയില്ല. പക്ഷേ സംഭവിച്ചു പോയ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? നീതിക്ക് വേണ്ടി ഞങ്ങളുടെ പോരാട്ടത്തിന് മറുപടി ഇനി എന്താണ്? അവിടെയാണ് ഇപ്പോഴും ചോദ്യചിഹ്നങ്ങൾ ഉള്ളത്. അപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സഭ ഒരിക്കലും രാഷ്ട്രീയ കളികൾ കളിക്കാറില്ല. സഭ എന്നും ഒരു നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി, കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടിയാണ് സഭ എന്നും മുന്നോട്ട് പോകുന്നത്. അതിൽ ഇതുപോലെ പല ട്രാപ്പുകൾ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ സഭ മനസ്സിലാക്കാതെ നമ്മൾ നേരിട്ട് പോകുന്നവരാണ്. അപ്പോൾ ആര് നമ്മളെ സഹായിക്കാൻ വരുമ്പോഴും നമ്മൾ കൈ ചേർത്ത് നമ്മൾ അവരോട് കൂടെ മുന്നോട്ട് പോവുകയും അത് പാസ്സാകുന്നവരവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അതിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പോഴും ഒരു വർഷം കഴിയുമ്പോഴും നമ്മൾ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. നേരത്തെ പ്രത്യാശയോടെ റൂൾസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ വീണ്ടും പറയുന്നു ആക്ടിൽ മുനമ്പത്തിന് പരിഹാരമായി ഒന്നും തന്നെ ഇല്ല എന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയ്ക്ക് യാതൊരു വിധത്തിലും ഉള്ള രാഷ്ട്രീയവും ഇല്ല എന്നുള്ളതാണ്. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യവും ആണ്. എന്തൊരു നാണക്കേടാണിത്. ആക്ടിൽ ഒന്നുമില്ല എന്നും BJP മുനമ്പത്തെ ആൾക്കാരെ ട്രാപ്പിൽ പെടുത്തി എന്നും അദ്ദേഹം പറയുന്നു. ശരിയാണ്, മുനമ്പത്തെ ജനതയെ അഥവാ ആരെങ്കിലും ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനുള്ള കാരണക്കാരൻ കോൺഗ്രസ് ആണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പരാതി ഉള്ള പക്ഷം അദ്ദേഹം സമീപിക്കേണ്ടത് കോൺഗ്രസിനെയാണ്, അല്ലാതെ BJPയെ അല്ല. മോദി ചെയ്യേണ്ടത് ചെയ്തു, അദ്ദേഹം വാക്കുപാലിച്ചു. BJPയോട് നന്ദി പറയുന്നതിന് പകരം അവരെ നിന്ദിക്കുകയാണ് ഈ വൈദികൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും കോൺഗ്രസ് അടിച്ചു മാറ്റിയ അവകാശങ്ങൾ ഇപ്പോൾ BJP തിരിച്ചു തരികയാണ്. അപ്പോൾ അല്പസ്വല്പമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ വേറോളം ഇരിക്കാമെങ്കിൽ 6 ഇരുന്നൂടെ എന്നൊരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യമാണ് എനിക്ക് ഫാദർ ആന്റണി തറയലിനോട് ചോദിക്കാനുള്ളത്. അദ്ദേഹം പറയുന്നു അവരുടെ നീതി നിഷേധിച്ചു, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന്. ശരിയാണ്, ആരാണ് അവരുടെ നീതി നിഷേധിച്ചത്? BJP ആണോ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണ് അവരുടെ നീതി നിഷേധിച്ചത്. എന്നാൽ ഈ കോൺഗ്രസ് അടിമ തന്റെ പാർട്ടിയായ കോൺഗ്രസിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ലജ്ജാകരമായ കാഴ്ചയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കണ്ടത്. അതേ സുഹൃത്തുക്കളെ, ഈ ഫാദർ ആന്റണി സേവ്യർ തറയിൽ എന്ന് പറയുന്നത് മുനമ്പത്തെ സ്വന്തം ജനതയെ പിന്നിൽ നിന്നും കുത്തുന്ന ഒരു കട്ടപ്പയാണ്. അദ്ദേഹത്തിനുള്ള തുടർ മറുപടികളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.